ഇവിടെ ഇൽമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമീയത്ത്. അതിൻ്റെ 100-ാം വാർഷികം ഇവിടെ നടക്കപ്പെടുകയാണ് ഈ വരുന്ന 4 മുതൽ 8 വരെയുള്ള തീയതികൾ. നിങ്ങൾക്കൊക്കെ അറിയാം. ആ സംഘടനയുടെ ഒരു അഡ്രസ്സിലാണ് നമ്മളൊക്കെ വളർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ ഉപരിപഠനത്തിന് പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്കാണ് അയക്കുന്നത്. അല്ലാതെ ഇവിടെ മുജാഹിദീങ്ങളെ പല കോളേജ് കൊണ്ടല്ലോ അവിടേക്കല്ല പറഞ്ഞയക്കുന്നത്. കാരണം ജാമിയ നൂരിയ പോലത്തെ നമ്മളെ സുന്നികളെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ടാണ്? സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്ന മശായിഖന്മാർ ഇവിടെ സ്ഥാപിച്ചൊരു സംഘടന. അവർ പൂർണ്ണമായും അതിൻ്റെ സ്ഥാപകർ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായി. അവർ അതിനെ ഇഖ്ലാസോടു കൂടി സ്ഥാപിച്ചു. അതിൻ്റെ ഒരു ഗുണമാണ്. അങ്ങനെയുള്ള ഏതൊരു സംഗതിയും ഇപ്പം നമ്മൾ ഈ പള്ളിക്ക് തറക്കല്ലിടുമ്പോൾ അത് ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വ, തഖ്വൻ്റെ മേൽ തഅസീസ് ചെയ്യാന്ന് പറഞ്ഞാൽ തറക്കല്ലിടാൻ വേണ്ടി കൊണ്ടുവരുന്ന വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ടവർ, അവർക്കൊക്കെ ഉണ്ടാവേണ്ട ആ സലാഹിയത്ത് ഗുണങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞല്ലോ, ഇതിന് തറക്കല്ലിട്ട അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ പള്ളിക്ക് വളരെ നല്ലൊരു മനുഷ്യൻ, അവർ പറഞ്ഞല്ലോ, ഇവിടെ ദീർഘകാലം ഖാദിയായിരുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ഇതിന് തറക്കല്ലിട്ടത്. അപ്പോൾ അത് എന്നതുപോലെ അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ എന്നതുപോലെ മഹാന്മാർ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമീയത്ത്. അത് അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാരായി കൊണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഈ സംഘടനയുടെ അഡ്രസ്സിലായിരിക്കും നിങ്ങൾ വളർന്നിട്ടുള്ളത്. അതിനോടുള്ള നന്ദിയും കടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയോടും നിങ്ങളെ വളർത്തിയതായ ഈ സ്ഥാപനത്തിനോടും, ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന കമ്മിറ്റിക്കാരോടും, നിങ്ങൾക്ക് ഇൽമു നുകർന്നു തന്ന നിങ്ങളുടെ ഉസ്താദന്മാരോടും ഒക്കെയുള്ള ആ ബഹുമാനവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാലേ നിങ്ങളെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഭൗതികമായ ഗുണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഭൗതികമായ ഗുണങ്ങൾ ഇത് തന്നെ പഠിക്കണമെന്നില്ലല്ലോ. ഭാരതത്തിൽ ഭൗതികമായ പല ഇൽമു പഠിച്ചാലും നമ്മൾക്ക് മാസത്തിൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു ഭൗതികമായ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായി കൊണ്ട് ഇതിനെ കാണരുത്. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, മഹത്തുക്കളാവുന്ന നമ്മുടെ മശായിഖന്മാരൊക്കെ എങ്ങനെയാണ് ഈ ഇൽമിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, അവരിലൊക്കെ ഉണ്ടായിരുന്ന അടിസ്ഥാന ഗുണങ്ങൾ എന്തായിരുന്നു, അതൊക്കെ മനസ്സിലാക്കി അവരുടെ ആ പാതകളൊക്കെ പൂർണ്ണമായും കൊണ്ട് പിന്തുടർന്ന് നിങ്ങളൊരു ആലിമാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർത്തപ്പെടാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളാവണം. നിങ്ങൾ മാതൃകാ പുരുഷന്മാരാണ്. മാതൃക പുരുഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ജനങ്ങൾ ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് വന്നാൽ ആ ഉസ്താദിൻ്റെ ഇബാദത്ത് ചെയ്യണ അതിൻ്റെ രൂപങ്ങൾ കണ്ടിട്ടായിരിക്കും ജനങ്ങൾ ഇബാദത്ത് പഠിച്ചിട്ടുണ്ടാവുക. അല്ലാതെ മദ്രസ സ്കൂൾ പിന്നെ ഓത്തുപള്ളിയിലൊന്നും പോയിട്ടല്ല. പഴയ കാലത്ത് അവർ എങ്ങനെയാണ് ഉസ്താദ് ചെയ്തത് അതിങ്ങോട്ട് പകർത്തുകയാണ്. അപ്പോൾ ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പകർത്താൻ പറ്റുന്ന രൂപത്തിലാവണം. അപ്പോൾ നമ്മൾ ചെയ്യണ നമ്മുടെ ഇബാദത്തുകളൊക്കെ അങ്ങനെ ആവണം. നമ്മൾ നിസ്കാരത്തിൽ കൈ കെട്ടുന്നത്, റുക്കൂഴ് ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, എങ്ങനെ റുക്കൂഴ് ചെയ്യേണ്ടത്, നമ്മൾ ഫാത്തിഹ ഓതുന്നത് എങ്ങനെ ഫാത്തിഹ ഓതേണ്ടത്, ഇതിനൊക്കെ ഇതിൻ്റെതായ കായിക അനുസരിച്ചാവണം നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്, നമ്മൾ സൂറത്തുകൾ ഓതേണ്ടത്, നമ്മൾ റുക്കൂഴ് ചെയ്യേണ്ടത്, റുക്കൂഴിൽ ഏതെല്ലാം അവയവങ്ങളെ എവിടെയൊക്കെ വെക്കണം, സുജൂദിൽ ഏതെല്ലാം അവയവങ്ങൾ എവിടെയെല്ലാം വെക്കണം, എങ്ങനെ ഒന്നുണ്ടാക്കേണ്ടത്, അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് വീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അവർ വീക്ഷിക്കുന്നത് നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയല്ല, നമ്മളിൽ നിന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. ആ ഒരു ബോധം കൂടി നിങ്ങൾക്ക് പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ടാവണമെന്ന് നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തി കൊണ്ടിട്ട് എല്ലാവരും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും പണ്ഡിതന്മാർ മാത്രമല്ല ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത്,
സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും അതിൻ്റെ 100ാം സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനും അതിൽ കഴിവിൻ്റെ പരമാവധി സംബന്ധിക്കാൻ കഴിയുന്നവരൊക്കെ വന്ന് സംബന്ധിക്കുകയും വേണ്ട നിലക്കുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ സംഘടനയുള്ളതായ ഒരു മഹബത്തും ബഹുമാനമൊക്കെ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. അതൊരു ദീനിൻ്റെ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ മഹാന്മാരാവുന്ന മശായിഖന്മാരൊക്കെ നമ്മുടെ മരണശേഷം നമ്മളുടെ ജീവിതത്തിൻ്റെ മരണാന്തര ജീവിതത്തിലുണ്ടാവുന്ന ഓരോ മേഖലകളിലും അവരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാവും എന്നുള്ള ഒരു ബോധം വിശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദ്